നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ആക്ച്വലി സെൽഫ് ലവ് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പ്ലീസ് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമ്പർ ഇവിടെ മേലെ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അതിപ്പോൾ ഏപ്രിൽ 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പേഴ്സണൽ റീഡിങ്സ് ഞാൻ ഒരു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഒന്ന് ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ചെയ്ത് റെഡിയാക്കട്ടെ. ഓക്കെ, ഒന്ന് സെറ്റ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, എൻ്റെ സമയത്തിനനുസരിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, പേഴ്സണൽ റീഡിങ്സ് പിന്നീട് പറയിക്കാം. സോ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം. റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ തടസ്സങ്ങൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് നിങ്ങളുടെ ബന്ധത്തിനെ ഒരു എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് അറ്റാച്ച്ഡ് ആവാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ അകൽച്ച വെക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഇവിടെ പ്രോബ്ലം വരുന്നത്? ഓക്കെ, ഞാൻ ടാരോ അല്ല ഉപയോഗിക്കുന്നത്, ജസ്റ്റ് നമ്മുടെ ഒറക്കിൾ കാർഡ്സ് മാത്രമാണ്. നമുക്ക് ജസ്റ്റ് ഇതിൽ നിന്നൊന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ ബന്ധത്തിൽ തടസ്സം എന്താണ് കാണുന്നത്? സെൽഫ് ഇൻഡൾജൻസ്. ഓക്കെ, Twin flames. Okay, stabbed in the back. Phoenix. Okay, one more. Keys on a ring. Wedding ring sound. Okay, sword and rose. Sunglasses. The chaser. Okay, not enough. And a ship. Death. ഓക്കെ, ഇവിടെ മേ ബി നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ്റെ എനർജി ആയിരിക്കാം. ഓക്കെ, സെപ്പറേഷൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അകൽച്ച എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ എൻഡിങ് എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, ബട്ട് ഫുൾ എൻഡിങ് അല്ല. ഓക്കെ, ആദ്യമേ പറയാം, കേട്ടിട്ട് അത് തന്നെ പേടിക്കാൻ തുടങ്ങണ്ട. ഓക്കെ, സോ ഡെത്ത് ഇസ് നോട്ട് നമ്മൾ ശരിക്കും ഒരു എൻഡിങ് എന്ന രീതിക്കല്ല നമ്മൾ എടുക്കാറ് എപ്പോഴും. ഓക്കെ, ഇതിൽ പറയുന്ന രീതിയിൽ ഓക്കെ, പക്ഷേ നമ്മൾ ബാക്കി കാർഡ്സ് കൂടി നോക്കിയിട്ടാണ് നമ്മൾ ശരിക്കും റീഡിങ്ങിൽ എടുക്കാറ്. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സെൽഫ് ഇൻ്റലിജൻസ് കാണുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പേഴ്സൺ ഓക്കെ, ഇവിടെ മെയിൻലി എനിക്ക് എനർജി വന്നിട്ടുള്ള ട്വിൻ ഫ്ലെയിംസിൻ്റെ ആണ്. ഓക്കെ, ട്വിൻ ഫ്ലെയിം എനർജി എന്ന് പറയുമ്പോൾ ഇത് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എത്ര പേര് ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് ഫുള്ളായിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ട്വിൻ ഫ്ലെയിം എനർജി എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിൽ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. ഓക്കെ, ഒരുപാട് തവണ നിങ്ങൾ അടുക്കും അകലും ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഒരു സെപ്പറേഷൻ്റെ ഫേസസ് ഒരുപാട് വരും. റീയൂണിയൻ ഉണ്ടാവുകയും ചെയ്യും അറ്റ് ദ സെയിം ടൈം. ഇടയ്ക്കിടയ്ക്ക് പക്ഷേ സെപ്പറേഷൻ വരും, ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറലുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഒരു അകൽച്ച ഉണ്ടാവും. സോ ഇതൊരു പാറ്റേൺ ആണ് ട്വിൻ ഫ്ലെയിമിൽ. ഓക്കെ, ട്വിൻ ഫ്ലെയിം അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ പരസ്പരം അടുക്കുന്ന സമയത്ത് ഓക്കെ, രണ്ടുപേരുടെ ഉള്ളിലും ചില കാര്യങ്ങൾ ഷാഡോ സൈഡ് ഇവിടെ ആക്ച്വലി എവിടെയാണ് ഷാഡോ സൈഡ് കണ്ടത് പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു ഹീൽ ഷാഡോ വർക്ക് ഉണ്ട്. ഓക്കെ, യെസ്. സോ ഇവിടെ നിങ്ങൾ രണ്ടുപേരുടെയും ഷാഡോ സൈഡ് ട്രിഗർ ആവും. ഷാഡോ സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഇവിടെ മോസ്റ്റ്ലി കണ്ടുവരാറുള്ളത് ഓക്കെ, ലൈക്ക് ഒരു 75% എന്ന് പറയാം, അല്ലെങ്കിൽ 50% എടുക്കാൻ പോട്ടെ. 50% ആൾക്കാർക്ക് കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഓക്കെ, നിങ്ങൾ കാണുന്ന ആൾക്കാർ, അതായത് നിങ്ങൾ ഒരു ഇമോഷണലായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളുടെ ഉള്ളിൽ ഓക്കെ, നിങ്ങൾക്ക് അബാൻഡൻമെൻറ്റ് ഇഷ്യൂസ് വരും. അതായത് നിങ്ങളെ പേഴ്സൺ വിട്ടു പോവോ, നിങ്ങൾക്ക് ആ പേഴ്സണെ നഷ്ടപ്പെടുവോ എന്ന രീതിക്കൊക്കെ ഒരു ഇത് വരും. അത് മാത്രമല്ല നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സെൽഫ് വർത്തിൻ്റെ ഒരു ഇഷ്യൂ വരും. അതായത് നിങ്ങൾക്ക് തോന്നും ഞാൻ പോരാഞ്ഞിട്ടാണ്, എനിക്കെന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾ എന്തോ അർഹിക്കുന്നില്ല എന്ന രീതിയിലൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വരും. ഓക്കെ, ഇതൊക്കെ വരുന്നത് പാറ്റേൺസ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ പല ഇന്നർ ചൈൽഡിൻ്റെ കാര്യങ്ങളാണ് എന്നൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ. സോ ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ചില ട്രിഗേഴ്സ് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ പേഴ്സണെ കൂടുതൽ ചേസ് ചെയ്യാൻ നിൽക്കും. ഇവിടെ ചേസർ വന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കൂടുതൽ ചേസ് ചെയ്യാൻ നിൽക്കും, കൂടുതൽ അവരെ പിടിച്ചു വെക്കാൻ ശ്രമിക്കും, അവരോട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ശ്രമിക്കും, അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിക്കും. എന്താ പറ്റിയതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും, വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. ആ പേഴ്സൺ വന്ന് സംസാരിച്ചാലും നിങ്ങൾക്ക് തോന്നുമില്ല അവർ ശരിക്കും നിങ്ങളെ സ്നേഹം ഉണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ട്രിഗർ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ആൻഡ് ഇത് നിങ്ങൾ ചെയ്യും തോറും ഓക്കെ, ആ പേഴ്സൺ ഓൾറെഡി നിങ്ങൾ തമ്മിൽ അടുക്കുമ്പോൾ തന്നെ നിങ്ങൾ തമ്മിലുള്ള വരുമ്പോൾ ആദ്യത്തെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും നിങ്ങൾ. ഓക്കെ, ആ വളരെ ക്ലോസ് ആകുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ വേറെ ട്രിഗേഴ്സ് വരും.
അവർക്കും ഈ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാവും, അവോയ്ഡൻറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, കുറച്ച് പേർക്ക് അതായത് ഒരു ജെനുവിൻ സ്നേഹം അവർക്ക് ഇതുവരെ അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവർ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരാളോട് ലൈക്ക് നമ്മൾ പറയില്ലേ വിട്ടുപോകാൻ പറ്റാത്ത തരത്തിൽ അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ടൊരു അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ, അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ മറ്റേ വേറെ തരത്തിലല്ല ഞാൻ ഉദ്ദേശിക്കുന്ന, ഒരാളോടുള്ള ഒരു അടുപ്പം വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യുമ്പോൾ അവരെ വിട്ടുമാറാൻ പറ്റില്ല അല്ലെങ്കിൽ വിട്ട് കളയാൻ പറ്റില്ല എന്നൊക്കെ തോന്നൽ വരുമ്പോൾ അവർക്കുള്ളിൽ പേടി വരും. ഓക്കെ, അപ്പം ഞാൻ പെട്ടുപോയാലോ, ഞാൻ സ്റ്റക്കായി പോയാലോ, എൻ്റെ ഇൻഡിപെൻഡൻസ് പോയാലോ, എൻ്റെ ഫ്രീഡം പോയാലോ, ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി ഇപ്പം നമ്മളൊരു ബന്ധത്തിൽ വളരെയധികം നമ്മൾ അറ്റാച്ച്ഡ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മറ്റേ പേഴ്സൻ്റെ കാര്യത്തിലും അതിനു വേണ്ടി കൂടി നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും അല്ലേ, നമ്മുടെ ലൈഫിനെ മാറ്റേണ്ടി വരും, നമ്മുടെ ലൈഫിന് ചേഞ്ചസ് വരുത്തേണ്ടി വരും. പക്ഷെ അതൊക്കെ അവരുടെ ഉള്ളിൽ പേടികൾ ക്രിയേറ്റ് ചെയ്യും. ഞാനിതെല്ലാം മാറ്റണ്ടേ, എൻ്റെ സ്വഭാവങ്ങൾ മാറ്റണ്ടേ, അല്ലെങ്കിൽ എനിക്ക് അവർക്ക്, കാരണം നിങ്ങൾ പലതും അത് നിങ്ങൾ അർഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ അർഹിക്കുന്നുണ്ട് ആൻഡ് അവർ തരണം എന്ന് അവർക്ക് അറിയാം. ഓക്കെ, പക്ഷെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അവർ വിചാരിക്കും എനിക്കത് തരാൻ പറ്റില്ലെങ്കിലോ, എനിക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, എനിക്ക് നിലനിർത്താൻ പറ്റിയില്ലെങ്കിലോ, എനിക്കിത് കൂടുതൽ സമയം നിൽക്കുമ്പോഴേക്കും എനിക്ക് ശ്വാസം മുട്ടിയാലോ, എനിക്ക് ഓടാൻ പറ്റില്ലല്ലോ, ഒരിക്കൽ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത് അത്രയും ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനതിൽ പെട്ടാൽ, ആ തരത്തിലുള്ള പേടികൾ അവരുള്ളിൽ വരും. അതുമാത്രമല്ല വേറെ ഉണ്ടാവും പല കാര്യങ്ങളും ഉണ്ട്. മദർ വൂൺസ് എന്ന് പറയും, ഫാദർ വൂൺസ് എന്ന് പറയും. അവരുടെ ഉള്ളിൽ ഇനർ ചൈൽഡ് ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാവും. നിങ്ങളുടെ തരത്തിൽ വേറെ ആയിരിക്കും, അവരുടെ കാര്യത്തിൽ വേറെ ആയിരിക്കും. ഓക്കെ, രണ്ടുപേരും പക്ഷേ പലതരത്തിലുള്ള ട്രിഗേഴ്സ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു ഈ ട്രിഗേഴ്സ് വരാൻ തുടങ്ങും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ പേടി കൊണ്ട് നിങ്ങൾ അവരെ കൂടുതൽ ചേസ് ചെയ്യാൻ നിൽക്കും. പക്ഷെ നിങ്ങൾ ചേസ് ചെയ്യും തോറും എന്താ ഉണ്ടാവുന്നത്, അവരുള്ളിൽ ആ പേടി കൂടിയാണ് വരിക. ഓക്കെ, അപ്പോൾ ആ പേടി കൊണ്ട് അവർ ഓടുകയും ചെയ്യും, റൺ ചെയ്യും അവർ. ഓക്കെ, ഇത് നിങ്ങൾ നിങ്ങൾ പറയും ഞാൻ സംസാരിക്കാതിരിക്കുന്നുണ്ട്, ഇപ്പം മാറി നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയും അല്ലേ. പക്ഷെ ആ മാറി നിൽക്കുന്നത് മാത്രമല്ല, ഓക്കെ, നിങ്ങൾ അവരെപ്പോൾ സംസാരിക്കുമ്പോഴും നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്നുള്ള കൂടി മാറ്ററാണ്. ഓക്കെ, അതായത് നിങ്ങൾ അവർ സംസാരിച്ച് വരുമ്പോൾ എന്നോടാണെന്നറിയില്ല, എന്നാൽ ഞാൻ ഇൻഫ്ലുമിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. സോ എനിവേ, നിങ്ങൾക്കറിയാനുള്ള എനിക്ക് പറ്റുന്നത്ര കുറച്ചുകൂടെ പറയാം, പിന്നെ ബാക്കി ഞാൻ പിന്നീട് വേറെ വീഡിയോ ഒക്കെ ആക്കാം. സോ ഇവിടെ നിങ്ങൾ തമ്മിൽ കുറേ ദിവസം ഇപ്പോൾ സപ്പോസ് മാറി നിന്നു നിങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ അവരോട് മെസ്സേജ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ചിന്തകളിൽ അവർ തന്നെയാണ്. ആൻഡ് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്ത എന്താണ്, ദറ്റ് ഇവർക്ക് എന്നെ വിട്ട് ഇവർ പോയിട്ടുണ്ടാവും, വേറെ ആരുടെങ്കിലും ആയിരിക്കും, വേറെ എന്തെങ്കിലും ആയിരിക്കും, എന്നെ മറന്നു കാണും, എനിക്ക് ശരിക്കും സ്നേഹം കിട്ടാൻ അർഹതയില്ല. ഓക്കെ, അങ്ങനെ പല ചിന്തകളും നിങ്ങളുടെ ഉള്ളിൽ ഫുൾ നെഗറ്റീവ് ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ അതെല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യങ്ങളെ കെയർ ചെയ്യാനോ ഇതിനോ നിങ്ങൾ അപ്പോഴും നിങ്ങൾ തോന്നുന്നത് അപ്പോൾ ആൻഡ് ആ ഒരു വിഷമം നിങ്ങളെ ശരിക്കും എല്ലാ കാര്യത്തിലും നിങ്ങളെ ബാധിക്കുകയും ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ തന്നെ ബാധിക്കും. ഓക്കെ, നിങ്ങളെ തന്നെ നെഗറ്റീവ് ആക്കി വിടും. നിങ്ങൾ ഈവൻ ജോലിയുടെ കാര്യങ്ങളിൽ, നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവരുമായിട്ട് എല്ലാം നിങ്ങൾ ശരിക്കും നിങ്ങൾ ആ കോൺഫിഡൻസ് ലെവൽ പോകുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ നിങ്ങളുടെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇവിടെ ആൻഡ് അവർ സംസാരിച്ച് വരുമ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് അതാണ്. നിങ്ങൾ അവർ സംസാരിച്ച് വരുന്ന സമയത്ത് ഇപ്പം കുറച്ച് ദിവസം ഒന്ന് മാറി നിന്നു. ഓക്കെ, അത് കഴിഞ്ഞ് അവർ സംസാരിച്ച് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ പേടി മാറിയിട്ടൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ മാറി നിന്നു കൊടുത്തു എന്ന് മാത്രം. നിങ്ങൾ വിചാരിച്ചു ഓക്കെ പോട്ടെ, കുറച്ച് സ്പേസ് കൊടുത്താൽ വരുവാണെങ്കിൽ നോക്കാം എന്നുമ്പോൾ നിങ്ങളിവിടെ കാത്തിരിക്കുക, ഫോണിൻ്റെ ചോട്ടിലിങ്ങനെ ഇപ്പോൾ വരും മെസ്സേജ് ഇന്ന് വരുമോ നാളെ വരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവർ സ്റ്റേറ്റസ് ഇട്ടാൽ നോക്കാം, എന്തെങ്കിലും സ്റ്റേറ്റസ് അവരിട്ടാൽ കൂടി അത് നിങ്ങളുടെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തോ കാര്യമുണ്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ട് എന്ന രീതിയിലൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി നിങ്ങൾ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇതാക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം ശരിക്കും എനർജറ്റിക്കലി അവരോട് കണക്റ്റഡ് ആണ്. നിങ്ങൾ എത്ര മാറി നിന്നാലും നിങ്ങൾ അവരുമായിട്ട് എനർജറ്റിക്കലി കണക്റ്റഡ് ആണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ അവരെക്കുറിച്ച് തന്നെയാണ് ഫുൾ ടൈം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ അഗൈൻ അവർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സപ്പോസ് തിരിച്ച് വരുമ്പോൾ ഓക്കെ, നിങ്ങൾ വീണ്ടും സംസാരിക്കുമ്പോൾ ആദ്യമൊക്കെ ഒരു ദിവസം നോർമലായിട്ട് നിങ്ങൾ മാക്സിമം നിൽക്കാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ആ പേടി മുഴുവൻ മാറിയിട്ടില്ല അല്ലേ, നിങ്ങളുടെ ആ ഒരു സെൽഫ് വാല്യൂ നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഉള്ളിൽ ആ പേടികളൊന്നും മാറിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അവർ വന്ന് 2 ദിവസം അവർ ആദ്യം വരുമ്പോൾ നിങ്ങൾ ഓക്കെ ഒന്ന് കാമായിട്ടൊക്കെ നിൽക്കും. ഓക്കെ, ഒന്ന് നല്ല രീതിക്ക് നിങ്ങൾ നിൽക്കും, സംസാരിച്ച് തുടങ്ങും. ഓക്കെ, പക്ഷേ അവർ ഒരു മെസ്സേജ് ഇടുമ്പോഴേക്കും നിങ്ങൾ 10 മെസ്സേജ് അങ്ങോട്ട് ഇടും. ഒരു വാക്ക് അവർ ഇങ്ങോട്ട് പറയുമ്പോഴേക്കും നിങ്ങൾ 10 വാക്ക് 10 കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങും. ഓക്കെ, വീണ്ടും നിങ്ങൾ ആ ഒരു പഴയ പാറ്റേൺ നിങ്ങളുടെ മാറുന്നില്ല. ഓക്കെ, സോ അത് അഗൈൻ അവർക്കൊരു ട്രിഗർ തന്നെയാണ്. അവർ വരുന്നത് എന്താണെന്ന് അവർ സംസാരിച്ച് വരുമ്പോൾ അവരെ ഒന്ന് ചെക്ക് ചെയ്യും, നിങ്ങൾ എങ്ങനെയാണിപ്പോൾ, മാറിയിട്ടുണ്ടോ, അത് നിങ്ങൾ കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നുണ്ടോ, നിങ്ങളിപ്പോഴും ആ
പഴയ പോലെയാണോ എന്ന് അവർ വാച്ച് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. നിങ്ങളുടെ ഒരു വാക്കുന്ന് എന്താ എത്ര ദിവസം വിളിച്ചില്ല, അല്ലെങ്കിൽ അത് ആദ്യം 1-2 ദിവസം ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചൊന്നും വരില്ല, കൺട്രോൾ ചെയ്തൊക്കെ ചിലപ്പോൾ നിൽക്കും. പക്ഷെ അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ചിലപ്പോൾ അവർ 2 ദിവസം സംസാരിച്ച് കഴിയുമ്പോൾ 3-ാമത്തെ ദിവസം അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഇതേ പഴയ ആ രൂപത്തിലേക്ക് നിങ്ങൾ പോകും. ഓക്കെ, അവിടെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് തുടങ്ങും. ദാറ്റ് ഓക്കെ, എന്താ പിന്നെയും എന്നോട് വിട്ടുപോകാനുള്ള പ്ലാനാണോ എന്നുള്ള ആ പേടി നിങ്ങളുടെ ഉള്ളിൽ വരും. ഓക്കെ, സോ അഗൈൻ നിങ്ങൾ ആ ചേസിങ് എനർജിയിലേക്ക് നിങ്ങൾ വീണ്ടും വരും. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഓവർ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ആ ഇത് എല്ലാം അവർ ഫീൽ ചെയ്യുമ്പോൾ അഗൈൻ അവരോടും. സോ വളരെ ചുരുക്കി ഞാൻ തോന്നുന്നു പറഞ്ഞതാണ് നിങ്ങളോട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെ മാറ്റാം എന്നുള്ളതൊക്കെ ഇറ്റ്സ് എ പ്രോസസ്സ് ആക്ച്വലി. അതിനാദ്യം നിങ്ങൾ വരേണ്ടത് സെൽഫ് ലവിലേക്കാണ്. എനിവേ, ഞാനിപ്പോൾ സെൽഫ് ലവ് ക്ലാസ്സിന് വേണ്ടി ഇത് പറയുന്നതല്ല. ഇത് നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം വല്ലതും നിങ്ങൾ ആരെങ്കിലും ട്വിൻ ഫ്ലെയിംസ് പോലെ ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ, അത് നിങ്ങൾക്ക് അല്ല പോട്ടെ, ട്വിൻ ഫ്ലെയിം ഒന്നുമല്ല, ഏത് റിലേഷൻഷിപ്പിലും ആക്ച്വലി ഇത് നടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഓക്കെ, എവിടെയോ നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ട്വിൻ ഫ്ലെയിം ഉണ്ടെന്ന് പറയും. ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ തന്നെ നമ്മളുടെ ഒരു ലൈക്ക് ട്വിൻ ഫ്ലെയിം ഉണ്ട് എന്നാണ് പറയുക, അതുകൊണ്ട്. ഓക്കെ, സോ 2 തരത്തിലെടുക്കും നമ്മളിത്. നിങ്ങളുടെ ഉള്ളിൽ മാസ്കുലൈൻ ആൻഡ് ഫെമിലൈൻ ബാലൻസ് വരണം. ഓക്കെ, അതിനുവേണ്ടി സോ എനിവേ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളിതൊന്ന് ഇത് മാറ്റാനുള്ള ചില ഇത് എളുപ്പമല്ല മാറ്റാൻ. ഓക്കെ, ആദ്യം വേണ്ടത് സെൽഫ് ലവ് എന്നാണ് തുടങ്ങേണ്ടത്. ഓക്കെ, നിങ്ങളെ തന്നെ വാല്യൂ ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ ഒരിക്കലും മോശമല്ല നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സ്നേഹം അർഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള മെയിൻ പാഠം. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് പറയാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ തുടങ്ങിയത് അതാണ്. ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ തന്നെ കെയർ ചെയ്യാൻ തുടങ്ങൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അവനവനെ കെയർ ചെയ്യൂ, നിങ്ങളുടെ കാര്യം ഇപ്പം മെയിൻലി അതാണ്. ഫസ്റ്റ് വന്നത് ഇപ്പം നമുക്ക് ആ പോയിൻ്റാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ തടസ്സങ്ങളാണ് നോക്കിയത്. അപ്പോൾ തടസ്സങ്ങൾ നോക്കുമ്പോൾ ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങൾ സെൽഫ് കെയർ ഇല്ല, ഓക്കെ, നിങ്ങൾക്ക് സെൽഫ് ലവ് ഇല്ല എന്നുള്ളൊരു പോയിൻ്റാണ്. അതാണ് ആദ്യം തന്നെ വന്നത്. ഓക്കെ, ഫസ്റ്റ് തിങ് ഏറ്റവും വലിയ തടസ്സം അപ്പോൾ എന്താണ്? ആ പേഴ്സണോ പുറമേയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ഓക്കെ, തടസ്സം ആരാണ് അല്ലെങ്കിൽ എന്താണ്? ഓക്കെ, നിങ്ങളത് സോറി ഞാനത് പറയുമ്പോൾ നിങ്ങൾ തെറ്റായിട്ട് എടുക്കരുത്, ഒരിക്കലും അങ്ങനെ തെറ്റായിട്ട് എടുക്കരുത്. ഓക്കെ, നിങ്ങൾ സെൽഫ് ലവിൽ നിന്ന് കഴിഞ്ഞാൽ ഓക്കെ, ഇതിന് വേറെ സിമ്പിളായിട്ട് ഞാനത്തെ ഇതിന് മുമ്പ് ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു, റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ. നിങ്ങളെ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഓക്കെ, വേറെ ഒരാൾക്കും നിങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല. ഓക്കെ, അത് മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, നിങ്ങൾക്ക് അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വേറൊരാൾക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുക? ഓക്കെ, ഞാൻ വളരെ ചുരുക്കി ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ സെൽഫ് ലവിന് ഇത്ര ഇമ്പോർട്ടൻസ് പറയുന്നത്. നിങ്ങൾ അവനവനെ സ്നേഹിച്ചു തുടങ്ങും. ഓക്കെ, ബാക്കി മാറ്റങ്ങൾ തനിയേ വരും, ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ് വരും എല്ലാ കാര്യത്തിലും. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് നിങ്ങളുടെ തടസ്സം നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ സെൽഫ് ലവിൻ്റെ കുറവാണ്. സോ നിങ്ങൾ അവനവനെ ആദ്യം സ്നേഹിക്കാൻ തുടങ്ങുക, അവനവനെ വാല്യൂ ചെയ്യാൻ തുടങ്ങുക. പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അവരവരുടെ കാര്യം ചെയ്യട്ടെ, ഞാൻ എൻ്റെ കാര്യം ചെയ്യുന്നു എന്ന രീതിക്ക് ഒന്ന് മാറാൻ തുടങ്ങുക. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളെ വേണ്ടാണ്ടാണ്, അവർക്ക് വേറെ എന്തെങ്കിലും ബെറ്റർ കിട്ടി, അവർക്ക് അങ്ങനെ പോയി ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട, അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. എനിക്കെന്താണ്, ഞാനെന്താണ്, ഓക്കെ, ഞാനെന്താണ് അർഹിക്കുന്നത് എന്ന് ചിന്തിക്കുക. ഓക്കെ, എനിക്കിങ്ങനെ എന്നോട് ബിഹേവ് ചെയ്യുന്ന ഒരാൾ എന്തിനാണ്? ഓക്കെ, എന്നെ മീൻസ് സ്നേഹം പോയി എന്നല്ല ഞാൻ പറയുന്നത്, അതും മനസ്സിലാക്കുക, സ്നേഹം പോയി എന്നല്ല, പക്ഷെ ആ വ്യക്തിയുടെ കൂടെ നമ്മൾ അതിന് വേണ്ടി ഇത്രത്തോളം വിഷമിക്കണോ എന്നുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ ഹാപ്പി ആയിട്ടിരിക്കും, നിങ്ങളുടെ മനസ്സിലാ പേഴ്സണിനോട് സ്നേഹം വെച്ചോളൂ, ഒരു വിരോധമില്ല. പക്ഷെ അവരുടെ ബിഹേവിയർ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ള സത്യാവസ്ഥയാണ് അല്ലേ. സോ ഇവിടെ ആദ്യം നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങാം. ആൻഡ് ഇവിടെ ട്വിൻ ഫ്ലെയിംസ് ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. സോ യെസ്, ആ ഒരു പോയിന്റ് ഞാൻ ഐ തിങ്ക് ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. സ്റ്റാബ്ഡ് ഇൻ ദ ബാക്ക് എന്ന് പറയുന്നുണ്ട്. സോ കുറച്ച് പേർക്ക് ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി ഉണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചീറ്റിംഗ് എനർജി വന്ന് കാണാം. ഓക്കെ, നിങ്ങളെ ചതിച്ചു എന്ന് പറയുമ്പോൾ സോറി, അവർക്ക് വേറെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ബിട്രേ ചെയ്ത ഒരു എനർജി ഇവിടെ ഉണ്ട്. കുറച്ച് പേർക്ക് അതുമുണ്ട്. ആൻഡ് അതൊക്കെ വരും, ഈ ട്വിൻ ഫ്ലെയിംസിൽ ഇതൊക്കെ വരും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗൈൻ സോറി, ഇത് ഐ തിങ്ക് ഫുൾ ട്വിൻ ഫ്ലെയിം വീഡിയോ ആണ്, ഞാൻ പേരെന്നെ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ട്വിൻ ഫ്ലെയിമിൽ പറയുമ്പോൾ നിങ്ങളെ കൂടുതൽ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർമിക് വരുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ ഉള്ളിൽ ആ പേടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കാർമിക് വരുന്നത്. ഓക്കെ, അങ്ങനെ തേർഡ് പാർട്ടി വരുന്നത്, തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളെ കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി വരുന്നത്. തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ അറ്റാച്ച്ഡ് ആവുന്നു അല്ലെങ്കിൽ മാറിപ്പോകുന്നു, നിങ്ങൾ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യുന്നു, നിങ്ങളെ വിട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ പതിയെ മെല്ലെ, ഇപ്പോഴും ഒറ്റയടിക്ക് ആവില്ല. ഓക്കെ, പതിയെ നിങ്ങൾ നിങ്ങളിലേക്ക് തിരിയാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ അവനവനെ ചൂസ് ചെയ്യാൻ തുടങ്ങും, നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാൻ തുടങ്ങും. ഓക്കെ, അതാണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്കൊരു കാർമിക്കിനെ കുറ്റം പറയാൻ നമുക്ക് നിവർത്തിയില്ല. ഓക്കെ, കാർമിക് വന്നിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ നിവർത്തിയില്ല. ഓക്കെ, അവർ നിങ്ങളെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അത് അൺനോയിങ്ലി അവർ ചെയ്യുന്നതാണ്. ഓക്കെ, പക്ഷെ അത് നിങ്ങൾക്കാണ് നല്ലത്. ഓക്കെ, സോ അങ്ങനെ വരും, ആ ഒരു കാർമിക് വരലും ഈ ട്വിൻ ഫ്ലെയിംസിലൊക്കെ വളരെ കോമൺ ആണ്. ഓക്കെ, സോ ഇവിടെ തേർഡ് പാർട്ടി വന്ന് കാണാം.
ആൻഡ് പക്ഷേ ഓക്കെ അഗൈൻ ഞാൻ പറഞ്ഞു എന്ത് സോറി ഞാനിത് കാർഡ് ശ്രദ്ധിച്ചിട്ടും കൂടെ അല്ല ഞാൻ ഓക്കെ എൻ്റെ മീൻസ് ഞാൻ പറയുന്നുണ്ടെങ്കിലും എൻ്റെ കണ്ണതിലല്ല കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ സോ ഇവിടെ ന്യൂ ഫേസ് റേക്ക് ഉണ്ടല്ലോ. ഓക്കെ സോ അഗൈൻ ഇവിടെ പറയുന്നത് അതാണ്, നിങ്ങളുടെ സെൽഫ് വാല്യൂ മനസ്സിലാക്കുമ്പോൾ ഓക്കെ തേർഡ് പാർട്ടി വന്നോ ആര് വന്നോ എന്ത് സംഭവിച്ചാലും ശരി ഓക്കെ ആ മാറ്റങ്ങൾ ചില മാറ്റങ്ങൾ നിങ്ങളിൽ വരേണ്ട സമയമാണ്. ഓക്കെ ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിൽ വീണ്ടും റിന്യൂവൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ മെയിൻലി എനർജി എനിക്ക് വരുന്ന ട്വിൻ ഫ്ലെയിം എനർജി, തേർഡ് പാർട്ടി എനർജി ഒക്കെയാണ്. ആൻഡ് ഇവിടെ കീസ് ഓണറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ആണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട് എന്ന രീതിക്കാണ്. സോ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അത് അവരുടെ ലൈഫിലൊക്കെ തേർഡ് പാർട്ടി ആവാം, ഫാമിലി ആവാം. ഓക്കെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ വേറെയും അവർക്ക് ഓപ്ഷൻ ഉണ്ട് അവരുടെ ജീവിതത്തിൽ എന്ന രീതിയിലാണ് എടുക്കുന്നത്. സോ അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ പ്രോബ്ലം എനിക്ക് കാണുന്നത്. കുറച്ച് പേർക്ക് ഫാമിലി സമ്മതിക്കുന്നില്ല, കൾച്ചർ, നിങ്ങളുടെ റിലീജിയൻ അങ്ങനത്തെ ആയിരിക്കാം. നിങ്ങൾ സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ വേറെ തേർഡ് പാർട്ടി ആരും ഇല്ലെങ്കിൽ ഓക്കെ ഫാമിലി ആയിരിക്കാം. ഓക്കെ ഈവൻ ഫാമിലി കാർമിക് ആവാറുണ്ട്. ഓക്കെ ഫാമിലി നിങ്ങളുടെ തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അഗൈൻ അവിടെയും ഒരു ട്രിഗർ തന്നെയാണത്. ഓക്കെ ആൻഡ് ഇവിടെ വെഡിങ് റിങ്സ് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു വെഡിങ് അല്ലെങ്കിൽ പേഴ്സണ് നിങ്ങളോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വരാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക്. ഓക്കെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ തമ്മിൽ ഈവൻ യൂണിയൻ പോസിബിൾ ആയവർക്ക് നിങ്ങളൊരു യൂണിയൻ വെഡിങ് പോസിബിൾ ആണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ അവർക്ക് ഹാവ് ഫെയ്ത്ത് എന്ന് പറയുന്നുണ്ട്. ഹാവ് ഫെയ്ത്ത്, ലവ് ഇസ് കമ്മിങ് എന്നാണ് പറയുന്നത്. ഓക്കെ അതിൻ്റെ ഇടയിൽ ഇവിടെ നമ്മൾ ഇതിലും നോക്കുകയാണെങ്കിൽ ക്ലാരിറ്റി ആൻഡ് ട്രൂത്ത് എന്ന് പറയുന്നുണ്ട്. യെസ് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിൽ ഓക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും. അഗൈൻ ഇവിടെ പറയുന്ന പോലെ മേ ബി അവർ ചെയ്ത ചില കാര്യങ്ങളായിരിക്കാം, തേർഡ് പാർട്ടിയെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ ആയിരിക്കാം. എല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ സോ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ചില സത്യങ്ങൾ വരുന്നുണ്ടാവും. എൻ്റെ ഇവിടെ സൺഗ്ലാസസ് പറയുന്നുണ്ട്, നിങ്ങൾ അവരെ ഒരുപാട് വാച്ച് ചെയ്യുന്നുണ്ടാവാം. വാച്ച് ചെയ്തിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നു എന്ന രീതിക്കുമായിരിക്കാം. സ്റ്റോക്കിംഗ് കാണുന്നുണ്ട്, നിങ്ങൾ ഐ തിങ്ക് ഒരുപാട് അവരെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ അതൊക്കെ നിർത്താം നിങ്ങൾ. കാരണം ഈ വാച്ച് അഗൈൻ അത് ചേസർ എനർജിയിൽ അതും പെടും. ഓക്കെ വാച്ചിങ് വരും. നിങ്ങൾ അവർ ഓൺലൈൻ വന്നോ പോയോ, സോഷ്യൽ മീഡിയയിലുണ്ടോ, വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, പോസ്റ്റ് ചെയ്തോ എന്തെങ്കിലും, അതൊക്കെ നോക്കുന്നതും ഒരു തരം നമ്മൾ ചേസിങ് ആണ്. ഓക്കെ അത് മനസ്സിലാക്കാം. സോ ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ തടസ്സങ്ങളായിട്ട് ഐ തിങ്ക് ഇവിടെ എനിക്ക് ഇന്ന് കൂടുതലും കാണിക്കുന്ന ഈ ഒരു ട്വിൻ ഫ്ലെയിമിൻ്റെ ആ ഒരു സ്ട്രക്ചറിൻ്റെ ആണ് കൂടുതലും കാണിക്കുന്നത്. സോറി ഇവിടെ എൻ്റെ പപ്പി ഇരിക്കുന്നുണ്ടായിരുന്നു, അവനിതിനെ ഫുൾ നീക്കി വിട്ടു. കളിച്ച് ഓക്കെ ഇപ്പോൾ ക്യാമറയൊക്കെ ആംഗിൾ പോയി തോന്നുന്നു, സാരമില്ല. എനിവേ സോ ഇവിടെ ചേസർ എനർജി ഉണ്ട്. നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് ദ ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്, ചേസിങ്, കോഡിപെൻഡൻസി, ഇത് നിങ്ങളുടെ ഉള്ളിലാണ് പറയുന്നത്. നിങ്ങൾ ചേസറായി പോകുന്നുണ്ട്. ആൻഡ് ഏറ്റവും വലിയ തടസ്സം നിങ്ങൾ തന്നെയാണ് എന്നാണ്. ഓക്കെ എപ്പോൾ നിങ്ങളുടെ എനർജി ചേഞ്ച് ആവുന്നു അപ്പോൾ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ മാറ്റങ്ങൾ നിങ്ങൾ കാണും. ഓക്കെ അത് മനസ്സിലാക്കുക. ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള എനർജി ഉണ്ട്. ബട്ടർഫ്ലൈ ഉണ്ട്, ഫീനിക്സ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു റിന്യൂവൽ എനിക്ക് കാണുന്നുണ്ട്. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ് പറയുന്നത്, ഒരു മാറ്റത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഡെത്തും ഞാൻ പറഞ്ഞു എൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും തീർച്ചയായിട്ടും. ഓക്കെ അത് വരണമെങ്കിൽ പക്ഷെ നിങ്ങളാണ് മാറേണ്ടത്. ഓക്കെ നിങ്ങളാണ് സെൽഫ് ലവിലേക്ക് വരേണ്ടത്. നിങ്ങളെ തന്നെ മാറ്റുകയാണ് വേണ്ടത്. ആൻഡ് ഇവിടെ നോട്ട് ഇനഫ് നിങ്ങൾക്ക് തോന്നുന്നത് ഐ ഡോണ്ട് നോ, ഇന്നത്തെ റീഡിങ് ടോട്ടലി മാറിപ്പോയി. ഞാൻ വിചാരിച്ച കാര്യമേ അല്ല വന്നത്. ഓക്കെ വട്ട് എവർ കംസ് അല്ലേ. സോ ഇന്നിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ലാക്കിംഗ് കോൺഫിഡൻസ്, സെൽഫ് സാബിറ്റാജ്, ഈഗോ ആൻഡ് ഫിയർ, ഫ്രസ്ട്രേഷൻസ്. ഓക്കെ നിങ്ങളുടെ ഭാഗത്തുമായിരിക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുമായിരിക്കാം, രണ്ടും ഉണ്ടാവും. ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ലാക്കിംഗ് കോൺഫിഡൻസ്, നിങ്ങൾക്ക് അവനവൻ്റെ മേലെ കോൺഫിഡൻസ് ഇല്ല. ഓക്കെ നിങ്ങൾ കരുതുന്നത് ഞാൻ പോരാ, അല്ലെങ്കിൽ ഞാൻ അർഹിക്കുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. സെൽഫ് സാബിറ്റാജ് ആണത്. അതായത് നിങ്ങൾ അവനവനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ തളർത്തല്ല, നിങ്ങൾ അവനവനെയാണ് ഇവിടെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കിട്ടുന്നില്ല വാക്ക്. ഓക്കെ ഈഗോ ആൻഡ് ഫിയർ, നിങ്ങൾ ഈഗോ അല്ല, നിങ്ങളുടെ ഭാഗത്ത് ഈഗോ അല്ല, പേഴ്സൻ്റെ ഭാഗത്ത് ഈഗോ ആയിരിക്കാം, നിങ്ങളുടെ ഭാഗത്ത് ഫിയർ ആയിരിക്കാം. അവർക്കും ഉണ്ടാവും, ഫിയേഴ്സ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ അവർക്ക് പേടികളുണ്ട്. ചിലത് അവർക്ക് തോന്നും ദാറ്റ് ഇവിടെ ഞാൻ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിലോ, ഞാൻ അതിൽ അത്രയും ഡീപ്പ് ഫീലിംഗ് ആണ് അവർ ഫീൽ ചെയ്യുന്നത്. ഓക്കെ ഞാൻ അവരുടെ ഭാഗം കൂടി പറയാം. അവരുടെ ഭാഗത്ത് അത്രയും അവർ ഡീപ്പായിട്ട് ആ സ്നേഹം നിങ്ങളോട് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു കണക്ഷൻ്റെ സമയത്ത് അവർ വളരെ ഡീപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ട്. പക്ഷേ അത് കഴിയുമ്പോൾ ആ ട്രിഗേഴ്സ് വരുമ്പോൾ, ആ പേടികൾ അവരുടെ ഉള്ളിൽ വരുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് ഓടാൻ ശ്രമിക്കുകയാണ്. ഓക്കെ ആൻഡ് ഇവിടെ ഷിപ്പ് എന്ന് കാണുന്നുണ്ട്. കട്ടിങ് ടൈസ്, മൂവിങ് ഓൺ, റിസീവ് വാട്ട് യു നീഡ്, പ്രോഗ്രഷൻ അറൈവിങ്. ഓക്കെ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ തമ്മിലൊരു ചെറിയ സെപ്പറേഷൻ ആണെങ്കിൽ അത് വേണ്ടതാണ്. ബിക്കോസ് നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരാനുള്ള സമയമാണിപ്പോൾ. ഓക്കെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള സമയമാണ്. ഡെത്ത് ഉണ്ട്, അഗെയിൻ കട്ടിങ് ഡൗൺ. ഓക്കെ ഡ്രാഗൺ ഫ്ലൈ. നിങ്ങൾ തമ്മിൽ റിന്യൂവൽ വരും. ഓക്കെ ആൻഡ് ഇവിടെ വീണ്ടും ഫിനിക്സ് ഉണ്ടോ. വാവ് ഡ്രാഗൺ ഫ്ലൈ നമ്മൾ ലക്കിനെ കുറിച്ചാണ് പറയാറ്. ഫൈൻഡിങ് ഔട്ട് ആൻഡ് ചേഞ്ച് തിങ്സ് കമ്മിങ് ടു ലൈറ്റ്. ഓക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുമെന്നുണ്ട്. ആൻഡ് ഇവിടെ അഗെയിൻ ഫീനിക്സ് ഉണ്ട് ഇവിടെ. സോ രണ്ട് കാർഡും സിമിലർ നമുക്ക് വന്നിട്ടുണ്ട്. യെസ് ഇത് റീസ്റ്റാർട്ട് ആവും, നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ എൻഡിങ് കഴിഞ്ഞു എന്ന് പ്രത്യേകിച്ച് ട്വിൻ ഫ്ലെയിമില്ല. ഓക്കെ ഒരു പോയിന്റ് ഞാൻ എടുത്ത് പറയാമെന്ന്, നിങ്ങളിത് എഴുതി എവിടെ വേണമെങ്കിൽ വെച്ചോളൂ. ട്വിൻ ഫ്ലെയിം കണക്ഷൻസ്, ട്വിൻ ഫ്ലെയിം എന്നല്ല. ഓക്കെ എന്നാൽ ഐ തിങ്ക്
90% ഓഫ് ദ കണക്ഷൻസ് ഒരിക്കലും എൻഡ് ആവില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും. കുറച്ച് സമയം എടുത്തിട്ടായാലും. നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വന്നു എന്ന് വരില്ല. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന ഒരു നിങ്ങൾ എപ്പോൾ കാത്തിരിക്കലും നിർത്തുന്നോ അന്ന് അവർ തിരിച്ചു വരും. നിങ്ങൾ നോക്കിക്കോളൂ. എൻ്റെ വാക്ക് നിങ്ങൾ എഴുതി വെച്ച് ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്തിട്ടിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടായാലും നിങ്ങളിവിടെ വന്നൊരു കമൻ്റ് ഇടുക, എപ്പോൾ വന്നു എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ നോക്കിക്കോളൂ, തിരിച്ചു വരും എന്നുള്ള 100% ഞാൻ പറയുന്നു. നിങ്ങൾ മാറാൻ ശ്രമിക്കുക. ഫസ്റ്റ് വേണ്ടത് ഇവിടെ അതേ ഉള്ളൂ. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾ മാറാൻ തുടങ്ങുക, നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരാൻ തുടങ്ങുക. ഓക്കെ, ആ പേഴ്സൺ എന്നുള്ള ചിന്തയിൽ നിന്ന് നിങ്ങളൊന്ന് മാറാൻ ശ്രമിക്കും. ഓക്കെ, കാരണം ഇവിടെ മെയിൻ തടസ്സം ഇന്ന് വന്നത് നിങ്ങളെക്കുറിച്ചാണ്. സോ മേ ബി ഇതിൽ നിന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമായിരിക്കാം. സോ നിങ്ങൾക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഓക്കെ, ആൻഡ് നിങ്ങൾ മാറ്റം വരുമ്പോൾ നിങ്ങൾക്ക് ബന്ധങ്ങൾ, നിങ്ങൾ അർഹിക്കുന്ന ബന്ധം, നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. 100% കിട്ടും. ഓക്കെ, സോ നിങ്ങൾ അവനവനിൽ വിശ്വസിക്കാം. യെസ്, ഐ ഡിസേർവ് ദ ബെസ്റ്റ്, ഐ ഡിസേർവ് ലവ് എന്ന് ഒന്ന് പറയാം അവനവനോട്. ഓക്കെ, ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ ശ്രമിച്ചതാണ്. ഐ ഹോപ്പ് നമ്മൾ എപ്പോഴും പറയില്ലേ, ആക്ച്വലി സെൽഫ് ലവ് ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് തന്നെ അതാണ്. മറ്റുള്ളവരിൽ നിന്ന് എന്താണ് പ്രശ്നം എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കൽ നിർത്തുക. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചു തുടങ്ങാം. ഓക്കെ, സോ അവിടെ തന്നെ മാറ്റങ്ങളുടെ തുടക്കമാണ്. വേറൊരാളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, വേറൊരു പേഴ്സണെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, സിറ്റുവേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവനവനെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവനവനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ സ്റ്റാർട്ട് ചേഞ്ചിങ്. ഓക്കെ, യു വിൽ സീ ദ ചേഞ്ച്. എൻ്റെ 100% ഞാൻ ഉറപ്പിച്ച് ഞാൻ എഴുതിത്തരാം, മാറ്റങ്ങൾ നിങ്ങൾ കാണും. ആൻഡ് ആ മാറ്റത്തിൻ്റെ സ്പീഡ് പക്ഷേ എപ്പോഴായിരിക്കും എന്നുള്ളത് അത് നിങ്ങളുടെ കയ്യിലാണ്, അതെൻ്റെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എത്രത്തോളം സീരിയസ് ആയി എടുത്തില്ല, ഞാൻ ചേഞ്ച് ചെയ്യുന്നു ഉറപ്പാണ് എന്ന് നിങ്ങൾ ഇന്ന് ഇവിടെ ഉറപ്പിച്ച് നിങ്ങളൊരു ആക്ച്വലി താഴെ കമൻ്റ് ഇടും. ഐ എം ചേഞ്ചിങ് ഫ്രം ടുഡേ, ഐ എം ലവിങ് മൈസെൽഫ് ഫ്രം ടുഡേ എന്നൊന്ന് കമൻ്റ് ഇടൂ താഴെ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടിരിക്കട്ടെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.